അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ റമദാനൊക്കെ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. പെരുന്നാളിലും നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൻ്റെ 3-ാമത്തെ രാവും ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലുമാണ് നമ്മളുള്ളത്. നാളെ വെള്ളിയാഴ്ച ദിനമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻഷാ അള്ളാഹ് അതിശ്രേഷ്ഠമായ ചില ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആ ചൈതന്യം നഷ്ടപ്പെടാതെ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ദിക്റുകൾ പറഞ്ഞ് സ്വലാത്തുകൾ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇനിയുള്ള എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം നമ്മുടെ ഈ ചാനലിൽ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ മജ്ലിസിൽ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാഹ് ദ്വാരക്കും ഒരുപാട് ഉമ്മമാരെ വിളിച്ചു, ഒരുപാട് ഉപ്പമാരൊക്കെ വിളിച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടി അവസാനം ദ്വാരക്കാം. അതോടൊപ്പം തന്നെ നാളെ മുതലെങ്കിലും ഇൻഷാ അള്ളാഹ് നമ്മുടെ ശവ്വാൽ 6 നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ നിയ്യത്ത് വേറൊന്നുമില്ല. ശവ്വാൽ മാസത്തിലെ 6 നോമ്പ്, ആ 6 നോമ്പിൽ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? പിന്നെ അതിൻ്റെ കൂടെ റമദാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടാവാം, പിന്നെ രോഗമായിട്ട് പിടിക്കാൻ പറ്റാത്ത നോമ്പുണ്ടാവാം. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ നോമ്പിൻ്റെ കൂടെ പിടിച്ചു വീട്ടാവുന്നു. അപ്പോൾ കഴിഞ്ഞ റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പും ഞാൻ ഇതിൻ്റെ കൂടെ പിടിച്ചു വീട്ടുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, ദുആഇനെ കബൂലാക്കട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ പറയുന്നത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വട്ടം ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള, സ്വഹാബിമാരോട് പറയാൻ പറഞ്ഞ 2-3 ദിക്റുകൾ ചേർത്ത് നമ്മൾ പറയുന്നൊരു ദിക്റാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന തവക്കുലിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ മഹത്തുക്കൾ ഏറ്റവും കൂടുതൽ പറയാൻ പറഞ്ഞ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ആദ്യം പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ ദിക്ർ പറയാം. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 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 ബിസ്മില്ലാഹ്
ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 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 ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്വലാത്തിന്റെ ഒരു അല്പമാണ്. ഈ ഒരു സ്വലാത്ത് ഇത്രയും പറഞ്ഞാൽ മതി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ പറയുന്ന സ്വലാത്തിന് അവിടുന്ന് ഈ സ്വലാത്ത് നബിതങ്ങൾ കേൾക്കുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. അല്ലാഹുവേ പടച്ചവനെ, ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, മദീന കാണാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാരെ ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. റഹ്മാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഞങ്ങൾ പറയുന്ന ഈ സ്വലാത്തിൻ്റെ ഈ ഒരു പവർ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക
അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് യാ സഫിയല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കാനും മഹത്തുക്കളായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മഹത്തുക്കളായ മുൻഗാമികൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാം. എല്ലാവരും ഒന്നിച്ചു പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ വാപ്പയും ഉമ്മയും വല്ലുപ്പയും വല്ലുമ്മയൊക്കെ നമ്മളെ ഉറക്കാൻ വേണ്ടി ഒരു താരാട്ട് പാട്ട് പാടുന്ന സമയത്ത് ഒരു തസ്ബീഹ് പറഞ്ഞിരുന്നു. അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിത്തരുന്ന ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ആ ദിക്ർ. അതിങ്ങനെ നമ്മൾ പല രൂപത്തിൽ താരാട്ട് പാട്ടായിട്ട് നമുക്ക് പാടി തരാറുണ്ട്. നമുക്ക് ഇന്ന് ആ ഒരു ദിക്ർ, ആ ഒരു തസ്ബീഹ് പറയാം. അതിൽ അതിന്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, അല്ലെ, അള്ളാഹു എനിക്ക് മതിയെന്നാണ്.
അള്ളാഹു എനിക്ക് മതി. മാഫി ഖൽബി ഗൈറുല്ലാഹ്, അല്ലെ, അള്ളാഹു അല്ലാതെ വേറെ ആരും എൻ്റെ ഹൃദയത്തിലില്ലെന്നാണ്. അള്ളാഹു അല്ലാതെ വേറെ ആരും എൻ്റെ ഹൃദയത്തിലില്ല. നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ്, അല്ലെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നൂറാകുന്ന നബിതങ്ങൾക്ക് അള്ളാഹുവിനെ ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ കൊടുക്കണേ എന്നൊക്കെയാണ് അതിന്റെ ഏകദേശ അർത്ഥം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളത്. അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. നമ്മൾ പറയുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുന്നതാണ്. അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടി മഹത്തുക്കളായ ഔലിയാക്കന്മാർ പറയുന്ന ഒരു ദിക്റുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയുക. സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ്. 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 സുബ്ഹാന
സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ് 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 സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മുകൾ. ഈ 2 ഇസ്മുകൾ വളരെ ശ്രേഷ്ഠമുള്ളതാണ്. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ 2 ഇസ്മുകൾ ഓരോ ദിവസവും പറയാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും ഇൻഷാ അല്ലാഹ്. ദുന്യവിയായ നേട്ടങ്ങളും ഉഹ്റവിയായ നേട്ടങ്ങളും, ഈമാൻ അധികരിക്കുന്ന നേട്ടവും അതുപോലെ ദുന്യാവിൽ സമ്പത്ത് അധികരിക്കുന്ന, അതായത് ദുന്യവിയായ ഉഹ്റവിയായ നേട്ടങ്ങൾ കിട്ടാൻ കാരണമാകുന്ന 2 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പറയാം. യാ മുഹൈമിനു യാ അസീസു യാ അല്ലാഹ് 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 യാ മുഹൈമിനു യാ അസീസു യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ, ദിക്റിനെ, തസ്ബീഹിനെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം പോരായ്മകളുണ്ടോ എല്ലാം അള്ളാഹു താല പരിഹരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നമ്മൾ ഓതിയതിൻ്റെ മിഥ്ല സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ സഫലീകരണം അള്ളാഹു താല നടത്തി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വസീയത്തുകൾ, ദുആ വസീയത്തുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ മജ്‌ലിസുകൾക്ക്
ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരാണ് ദുആ വസിയത്ത് കമൻറ്റായി രേഖപ്പെടുത്തുന്നത്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്കൊരു ഇനിയും എല്ലാ ദിവസവും ഇതുപോലുള്ള ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുറാഹിമീനായ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദിക്റിൻ്റെ ഞങ്ങളുടെ സ്വലാത്തിൻ്റെ ഞങ്ങളുടെ തസ്ബീഹിൻ്റെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളോട് കമന്റിലൂടെ ദുആരക്കാൻ പറയുന്നത്. ഓരോ ദിവസവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ ആരെല്ലാം ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടോ, ആരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ടോ, ആരെല്ലാം കമന്റ് എഴുതുന്നു, അതെല്ലാം ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ട് പറയുന്നു, എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. പ്രതിസന്ധികൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ദുഃഖങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മാരകവുമല്ലാത്തതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ വരുന്നതിനെ തൊട്ട്, ബ്രെയിൻ ട്യൂമർ വരുന്നതിനെ തൊട്ട്, അല്ലാഹുവേ കിഡ്നിക്ക് പ്രോബ്ലമാണ്, കരളിന് വീക്കമാണ്, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള അല്ലാഹുവേ വാർത്തകൾ കേൾക്കുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. ആരെല്ലാം ഹോസ്പിറ്റലുകൾ കഴിയുന്നുണ്ടോ, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ഐസിയുയിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട്, റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ട എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. വീടില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, റഹ്മാനെ വീട് പണി നടക്കുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഗർഭിണികളായ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സിഹർ മൂലം, അതുപോലെ കണ്ണേറ് മൂലം, പൈശാചികമായ ഉപദ്രവങ്ങൾ മൂലം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, പ്രവാസികളായ ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാവർക്കും നീ ഖൈറും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ നോക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ ദുസ്വഭാവങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ പറഞ്ഞാൽ അനുസരണയുള്ളവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉന്നതമായ വിജയങ്ങൾ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും
രോഗം നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ കാണുന്ന, മജ്‌ലിസിൽ ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഞങ്ങളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ കടങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ അടുത്തു വരികയാണ്, പലരും പരീക്ഷ എഴുതുകയാണ്. ഉന്നതമായ വിജയം നൽകണേ അല്ലാ. മോശമായ കൂട്ടുകെട്ടുകളെ തൊട്ട് അല്ലാഹുവേ, കഞ്ചാവിൻ്റെ, മയക്കുമരുന്നിൻ്റെ, അശ്ലീലതയുടെ കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, ഖൈറായ രൂപത്തിൽ അത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. ഖൈറായി ഞങ്ങളെ എല്ലാവരെയും അവിടെ നീ എത്തിക്കണേ അല്ലാ. മുത്തു റസൂലിൻ്റെ ചാരച്ചെന്ന് സലാം പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സിന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും മഗ്‌രിബിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ ഈ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും ഈ സദസ്സിൽ പങ്കെടുക്കട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.